ദൈവമായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഹൃദയം കലങ്ങിയിരിക്കുന്ന തൻ്റെ ദാസന്മാർക്ക്, തൻ്റെ ശിഷ്യന്മാരുടെ ഹൃദയത്തെ ഉറപ്പിക്കുവാൻ കർത്താവ് അവരെ ഉറപ്പിക്കുന്ന ധാരാളം വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന് 27-ാം വാക്യത്തിൽ യേശു പറയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്നുള്ളതാണ്. യേശു പോകുന്നു, പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത അവിടെ ഹൃദയത്തെ കലക്കിയതായി കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ കർത്താവ് പറയുകയാണ്, ഞാൻ പോകുന്നത് പ്രയോജനമാണ്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരികയില്ല. നിങ്ങളെ സത്യത്തിൽ, നിങ്ങളെ നീതിയിൽ, നിങ്ങളെ സമാധാനത്തിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ സുഖകാലത്തും ദുഃഖകാലത്തും കഷ്ടത്തിലും രോഗത്തിലും മാറയിലും മധുരത്തിലും എപ്പോഴും കൂടെയിരിക്കുന്ന കർത്താവ് എന്ന് പറഞ്ഞവരെ ധൈര്യപ്പെടുത്തുന്നു. യേശു പറയുകയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. യേശുവിന്റെ സമാധാനത്തിന്റെ പ്രത്യേകത എന്താണ്? അത് ഭയത്തിൽ നമ്മളെ വിടുവിക്കുന്നതാണ് യേശുവിന്റെ സമാധാനം. അതെ, നാം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം നാം വായിക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം തന്റെ വാത്സല്യ ശിഷ്യന്മാർ ഭയന്നുപോയി, അവർ നിരാശരായി. അവരുടെ ജീവിതത്തിൽ അടുത്ത നിമിഷം അവർക്ക് എന്ത് സംഭവിക്കുമെന്നറിയാതെ അവർ ഭയപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ടവരായി ഒരു വാതിലടച്ച് ഒരു മുറിക്കുള്ളിൽ അവരായിരിക്കുന്ന അവസ്ഥ. എന്നാൽ 3-ാം നാൾ പുനരുത്ഥാനം ചെയ്ത യേശു തന്റെ ശിഷ്യന്മാർ ഭയപ്പെട്ടിരിക്കുന്ന ആ മുറിക്കുള്ളിലേക്ക്, വാതിലടച്ചിരിക്കുമ്പോൾ തന്നെ യേശു ആ മുറിക്കുള്ളിൽ കടന്ന് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് യേശു പറയാണ്, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. അവിടെ ഭയത്തെ മാറ്റുന്ന സമാധാനം, അവിടെ നിരാശകളെ മാറ്റുന്ന സമാധാനം, അവിടെ പ്രതിസന്ധികളെ മാറ്റുന്ന സമാധാനം. ആ സമാധാനം എന്ന് കേട്ടപ്പോൾ തന്നെ അവിടെ ജീവിതം ഉണർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ മകളെ, മകനെ, നിനക്ക് സമാധാനമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ആശ്വസിപ്പിക്കുന്ന യേശുവിന്റെ സ്നേഹം എത്ര വലുതാണ്. ക്രിസ്തുവിന്റെ സമാധാനം രോഗശക്തികളെ അതിജീവിച്ച് നമുക്ക് മുൻപോട്ട് നീങ്ങുവാൻ കൃപ തരുന്നു. ക്രിസ്തുവിന്റെ സമാധാനം കഷ്ടതയിൽ പാട്ടുപാടുവാൻ കൃപ തരുന്നു. കഷ്ടതയിൽ പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ ആ സമാധാനം നമുക്ക് കൃപ നൽകുന്നു എന്ന് നാം മനസ്സിലാക്കിയിരിക്കുക. റോമിലെ വീട്ടുതടങ്കിലായിരിക്കുന്ന പൗലോസ് ഫിലിപ്പിയിലുള്ള വിശ്വാസികൾക്ക് എഴുതുമ്പോൾ പറയുകയാണ്, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. സകല പ്രാർത്ഥനയാലും യാചനയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കിൽ കാക്കും. അതേ, നീ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ സമാധാനം, നിന്റെ രോഗത്തിന്റെ മേൽ സമാധാനം, നീ ആകുലപ്പെടുന്ന എല്ലാ വിഷയത്തിന്റെ മേലും സമാധാനം അരുളി നിന്നെ ബലപ്പെടുത്തുവാൻ യേശു വിശ്വസ്തനാണ്. അതെ, പത്രോസിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ പത്രോസ് കാരാഗ്രഹത്തിൽ ഉറങ്ങുന്നവനായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പടയാളികളുടെ നടുവിൽ അവൻ ഉറങ്ങുകയാണ്. എങ്ങനെ ഉറങ്ങുവാൻ കഴിയും പത്രോസിന്? ആ ഉറക്കം കൊടുത്തത്
പ്രതിസന്ധികളെ അതിജീവിക്കുന്ന ക്രിസ്തുവിന്റെ സമാധാനമാണ് അവൻ ഉറക്കം കൊടുത്തത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയരെ, നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകൾ എന്താണ്? അതിന്റെ നടുവിൽ നിങ്ങൾക്ക് സമാധാനം തരുവാൻ ദൈവം വിശ്വസ്തനാണ്. അദ്രിക്ക സമുദ്രത്തിൽ പൗലോസും കൂട്ടരും യാത്ര ചെയ്യുമ്പോൾ അവർക്ക് പ്രതിസന്ധികളായി വല്ലാത്ത കാറ്റടിച്ചവരുടെ പടകലയുമ്പോൾ ജീവിതം തകർന്നു പോകുന്ന സാഹചര്യത്തിൽ ഇതാ തന്റെ ഭക്തന് സമാധാനവുമായി ദൈവം തന്റെ ദൂതനെ അയക്കുകയാണ്. പൗലോസെ ധൈര്യപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസിനെ ധൈര്യപ്പെടുത്തി. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നുള്ളൂ, രക്ഷപ്പെടുമെന്നുള്ള ആശയെല്ലാം അറ്റുപോയ സാഹചര്യത്തിൽ കടലിളകുന്നു, കാറ്റടിക്കുന്നു, കപ്പലിളകുന്നു, കപ്പൽ തകരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്രിക്ക സമുദ്രത്തിന്റെ നടുവിൽ ഭയങ്കര 14 ദിവസത്തോളം സൂര്യനോ ചന്ദ്രനെയോ കാണാൻ വയ്യാത്ത സാഹചര്യത്തിൽ പോലും ജീവിതത്തെല്ലാം തകരുമെന്ന് ചിന്തിച്ച മേഖലകളിൽ അവിടെയും സമാധാനത്തിന്റെ വാക്ക് കൊടുത്ത് തന്റെ ഭക്തനെ ധൈര്യപ്പെടുത്തി അവിടെ പ്രാണനെ സൂക്ഷിച്ച് തീരെ തടിപ്പിച്ച ദൈവത്തിന്റെ കൃപ എത്ര വലുതാണ്. അതെ, ഈ കാറ്റിൽ നിനക്ക് സമാധാനം, രക്ഷപ്പെടുമെന്ന് ആശയില്ലാത്ത മേഖലകളിൽ നിനക്ക് സമാധാനം, ഇതൊക്കെ തന്ന് നമ്മളെ നടത്തുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കൃപ എത്ര വലുതാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ ദിവസങ്ങളിൽ നിന്റെ സമാധാനത്തെ കെടുത്തിക്കൊണ്ട്, സ്വസ്ഥതയെ കെടുത്തിക്കൊണ്ട് ഉളവാകുന്ന പ്രതിസന്ധികൾ നടുവിൽ നീ ഭാരപ്പെട്ടു പോകാതെ ക്രിസ്തു തരുന്ന സമാധാനത്തെ നീ ഏറ്റെടുക്കുമോ? ഇതാ അവൻ നിന്നെ നോക്കി പറയുന്നു, മകളെ നിനക്കെന്റെ സമാധാനം, മകനെ നിനക്കെന്റെ സമാധാനം, ലോകം തരാത്ത സമാധാനം, ലോകം തരുവാൻ കഴിയാത്ത സമാധാനം, പ്രഭുക്കന്മാർക്ക് തരുവാൻ കഴിയാത്ത സമാധാനം, രാജാക്കന്മാർക്ക് തരുവാൻ കഴിയാത്ത സമാധാനം. മനുഷ്യൻ തരുന്ന സമാധാനത്തിനൊക്കെ പരിധിയുണ്ട്. ലോകം തരുന്ന സമാധാനം താൽക്കാലികമാണ്. അത് മാത്രമല്ല, ലോകത്തിന്റെ സമാധാനം ധനത്താൽ നേടി മുൻപോട്ട് പോകുന്നവർക്കെല്ലാം പരാജയമാണ്. എന്നാൽ അളവ് കൂടാതെ നൽകുന്ന യേശുവിന്റെ സമാധാനത്തെ നമുക്ക് ഏറ്റെടുക്കാം. അതേ, ക്രിസ്തു പറയുന്നു, എന്റെ സമാധാനം ഞാൻ നിനക്ക് തരുന്നു. നമ്മുടെ കഷ്ടതയിലും നമ്മുടെ രോഗത്തിലും നമ്മുടെ പ്രതിസന്ധികളിലും ഈ സമാധാനത്തെ ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് നീങ്ങുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. അവരുടെ അസമാധാനമായ മേഖലകളിൽ നിന്റെ സമാധാനം കൊടുത്ത് നിന്റെ ജനത്തെ നീ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് ഈ ചെറിയ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ കർത്തൃ സൂക്ഷയിൽ പാസ്റ്റർ കെ സാമുവേൽ.